നമസ്കാരം. ദളിതരിലേക്ക് സ്വാഗതം. കാനഡയ്ക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തോടെ രൂക്ഷമാകുന്ന വ്യാപാര യുദ്ധത്തെക്കുറിച്ചും ഇറാനെതിരെ അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങളെ തുടർന്ന് മധ്യേഷ്യയിലുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. വാർത്തകളിലേക്ക് കടക്കാം. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% തീരുവ ചുമത്തുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വടക്കേ അമേരിക്കൻ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന തീരുമാനമാണിത്. ഭൂഖണ്ഡത്തിലുടനീളമുള്ള വിതരണ ശൃംഖലയെ തകിടം മറിക്കാൻ സാധ്യതയുള്ള ഈ നീക്കത്തിനെതിരെ കാനഡ ഉടനടി പ്രതികരിച്ചു. ബിബിസിയും ദ ഗാർഡിയനും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സാമ്പത്തിക ആഘാതം കുറയ്ക്കുന്നതിനായി പുതിയ ഭരണകൂടവുമായി വ്യാപാര ചർച്ചകൾ ശക്തമാക്കുമെന്ന് കനേഡിയൻ ധനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് വ്യക്തമാക്കി. അവശ്യസാധനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഇരുരാജ്യങ്ങളും പരസ്പരം ആശ്രയിക്കുന്നതിനാൽ ഇത്രയും ഉയർന്ന തീരുവ ഏർപ്പെടുത്തുന്നത് ഉപഭോക്താക്കൾക്കും നിർമ്മാതാക്കൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടിയാണിതെന്ന് ട്രംപിന്റെ ട്രാൻസിഷൻ ടീം അവകാശപ്പെടുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ നയതന്ത്ര സാമ്പത്തിക സംഘങ്ങളെ സജ്ജമാക്കുകയാണ് കനേഡിയൻ സർക്കാർ. ഈ കടുത്ത വ്യാപാര നടപടികൾ കൂടുതൽ സംരക്ഷണവാദ നയങ്ങളിലേക്ക് നയിക്കുമോ അതോ തീരുവകൾ ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിന് മുൻപ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഒട്ടാവയിലെയും വാഷിംഗ്ടണിലെയും വിപണികളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയ ചർച്ചയാവുകയാണ്. ധനത്തിന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. സൗദി അറേബ്യയിൽ 3 മാസത്തെ പ്രത്യേക ഡിസ്കൗണ്ട് സീസണിന് വാണിജ്യ മന്ത്രാലയം ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. റീറ്റെയിൽ വ്യാപാരികൾക്കും ഇകൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ നടത്താൻ ഇതിലൂടെ അവസരമൊരുങ്ങുന്നു. സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 2026 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിൽ നടത്തുന്ന ഓഫറുകൾ വാർഷിക ഡിസ്കൗണ്ട് പരിധിയിൽ ഉൾപ്പെടുത്തില്ല. ധനത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വ്യാപാരികൾക്ക് ഓൺലൈനായി ലൈസൻസുകൾ അപേക്ഷിക്കാവുന്നതാണ്. ഉപഭോക്താക്കളുടെ സുതാര്യത ഉറപ്പാക്കാൻ ഈ പെർമിറ്റുകൾ പ്രിന്റ് ചെയ്ത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. സൗദി ചേംബർ ഓഫ് കൊമേഴ്സിന് നൽകിയ നിർദ്ദേശപ്രകാരം വിപണിയിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭ്യമാക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം നിലവിലുള്ള വാണിജ്യ നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ നടത്താൻ പാടുള്ളൂ എന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. വാർഷിക പരിധിയിൽ നിന്ന് ഈ 3 മാസത്തെ ഒഴിവാക്കുന്നതിലൂടെ കൂടുതൽ സജീവമായ ഒരു റീറ്റെയിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പോർട്ടൽ വഴി പെർമിറ്റുകൾ വേഗത്തിൽ കരസ്ഥമാക്കി പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അമേരിക്കൻ സൈനികരുടെ മരണത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക പുതിയ സൈനിക ആക്രമണങ്ങൾ ആരംഭിച്ചു. അൽ ജസീറയും എൻപിആറും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാനിയൻ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓപ്പറേഷനുകൾ നടത്തുന്നതെന്ന് പെന്റഗൺ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക നടത്തുന്ന ഈ നീക്കം മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ടാങ്കറുകളെ ആക്രമിക്കാൻ ഇറാൻ പിന്തുണയുള്ള സേനകൾ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആഗോള വ്യാപാര പാതകൾ സംരക്ഷിക്കുന്നതിനും കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനുമുള്ള അനിവാര്യമായ നടപടിയായാണ് വൈറ്റ് ഹൌസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ടെഹ്റാൻ ഈ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ മേഖലയിലെ നിരീക്ഷകർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അമേരിക്കയുടെ ഈ തന്ത്രം പ്രതിരോധം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് എൻപിആർ ഉദ്ധരിച്ച വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും പേർഷ്യൻ ഗൾഫിലെ സമുദ്ര സുരക്ഷയിൽ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധർക്കിടയിൽ വലിയ തർക്കങ്ങൾ തുടരുകയാണ്. ധനത്തിനു വേണ്ടി റിപ്പോർട്ട്. ബ്രിട്ടീഷ് അധികൃതരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആൻഡ്രൂ ടേറ്റും ട്രിസ്റ്റൻ ടേറ്റും റൊമാനിയൻ കോടതിയിൽ ഹാജരായി. ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് യുകെ പുതിയ വാറണ്ടുകൾ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് സഹോദരങ്ങളെ കസ്റ്റഡിയിലെടുത്തത്. 2012 നും 2015 ഇടയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ബലാത്സംഗം, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ടേറ്റ് സഹോദരങ്ങൾ നിഷേധിച്ചു. തങ്ങളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്ന് ഇവരുടെ അഭിഭാഷകർ ആരോപിച്ചു.
റൊമാനിയൻ കോടതി കൈമാറ്റ അഭ്യർത്ഥന അംഗീകരിച്ചെങ്കിലും റൊമാനിയയിൽ ഇവർക്കെതിരെ നിലനിൽക്കുന്ന മനുഷ്യക്കടത്ത്, സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നീ കേസുകളിലെ വിചാരണ പൂർത്തിയായ ശേഷം മാത്രമേ കൈമാറ്റം നടക്കൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. 2022 അവസാനത്തോടെയാണ് ടേറ്റ് സഹോദരങ്ങളെ റൊമാനിയയിൽ ആദ്യം തടവിലാക്കിയത്. അന്നുമുതൽ വിവിധ നിയന്ത്രണങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. നിയമനടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റൊമാനിയൻ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ബ്രിട്ടീഷ് അധികൃതർ അറിയിച്ചു. നിലവിൽ ബുക്കാറസ്റ്റിലെ കസ്റ്റഡിയിൽ തുടരുന്ന സഹോദരങ്ങൾ വരും ആഴ്ചകളിൽ കൈമാറ്റ ഉത്തരവിനെതിരെ നിയമപോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി ജഡ്ജത് ഉടൻ വരും. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷവും അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന് ബ്യൂണസ് അയർസിൽ വൻ വരവേൽപ്പ്. അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വിമാനത്താവളത്തിൽ നിന്ന് നഗരമധ്യത്തിലേക്ക് നീങ്ങിയ ടീമിനെ കാണാൻ ആയിരക്കണക്കിന് ആരാധകരാണ് തെരുവുകളിൽ തടിച്ചുകൂടിയത്. പതാകകൾ വീശിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ആരാധകർ ആഘോഷം തുടർന്നപ്പോൾ ടൂർണമെന്റിലുടനീളം ടീം കാഴ്ചവെച്ച പ്രകടനത്തിലുള്ള അഭിമാനമാണ് അവിടെ പ്രതിഫലിച്ചത്. കിരീടം നേടാനായില്ലെങ്കിലും ടീമിന്റെ ഈ യാത്ര അർജന്റീനയുടെ സാംസ്കാരിക തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് ഈ സ്വീകരണം വ്യക്തമാക്കുന്നു. പുലർച്ചെ മുതൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിലൂടെ അതീവ സുരക്ഷയിലാണ് ടീം ബസ് കടന്നുപോയത്. ആഗോളവേദിയിൽ താരങ്ങൾ നടത്തിയ പോരാട്ടത്തെ ആദരിക്കാൻ രാജ്യം ഒന്നടങ്കം അണിനിരന്നപ്പോഴും ആഘോഷങ്ങൾ സമാധാനപരമായിരുന്നുവെന്ന് പ്രാദേശിക അധികൃതർ അറിയിച്ചു. ഫലമെന്തായാലും ദേശീയ ടീമിന് അർജന്റീനയിലുള്ള ജനപിന്തുണ എത്രത്തോളമുണ്ടെന്നതിന്റെ തെളിവാണ് ഈ കാഴ്ച. തലസ്ഥാനത്ത് നടക്കുന്ന മറ്റ് അനുസ്മരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം താരങ്ങൾ വരും ദിവസങ്ങളിൽ തങ്ങളുടെ ക്ലബ്ബുകളിലേക്ക് മടങ്ങും. ധഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. സൗത്ത് ചൈന കടലിൽ ചൈനീസ് ഫിലിപ്പീൻ കപ്പലുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് സംഘർഷം രൂക്ഷമായി. സെക്കൻഡ് തോമസ് ഷോളിന് സമീപം നടന്ന സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. BRP സിയറ മദ്ര എന്ന ഫിലിപ്പീൻ യുദ്ധക്കപ്പലിലേക്കുള്ള അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കപ്പൽ നിലവിൽ ഒരു വിദൂര സൈനിക ഔട്ട്പോസ്റ്റായി പ്രവർത്തിക്കുകയാണ്. ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ അപകടകരമായ രീതിയിൽ നീങ്ങുകയും ആക്രമണാത്മക തന്ത്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ കൂട്ടിയിടിയിലാണ് ഫിലിപ്പീൻ നാവികൻ പരിക്കേറ്റതെന്ന് മനില ആരോപിച്ചു. എന്നാൽ തങ്ങളുടെ പരമാധികാര പരിധിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ തടയുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങളുടെ നടപടികൾ നിയമപരമാണെന്നും ബീജിംഗ് വ്യക്തമാക്കി. പ്രദേശത്തെ അതിർത്തി തർക്കങ്ങളെ തുടർന്ന് ദീർഘകാലമായി സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് സെക്കൻഡ് തോമസ് ഷോൾ. ഇത്തരം ചെറിയ ഏറ്റുമുട്ടലുകൾ വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും അത് മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളെ കൂടി ബാധിച്ചേക്കാമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. നയതന്ത്ര തലത്തിൽ വാപ്പോരുകൾ ശക്തമാകുമ്പോഴും ഇരുരാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിൽക്കുകയാണ്. സമുദ്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് ഫിലിപ്പീൻ. അതേസമയം തങ്ങളുടെ ചരിത്രപരമായ അവകാശവാദം ചൈന ആവർത്തിക്കുന്നു. ഇരുപക്ഷവും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും തുടർനടപടികൾക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്നതിനാൽ മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. കൂടുതൽ വാർത്തകളുമായി ജഡ്ജതിൽ വീണ്ടും കാണാം. ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം ഗുദാമത് പുതിയൊരു സൈനിക ആക്രമണം പൂർത്തിയാക്കിയതായി സ്ഥിരീകരിച്ചു. മേഖലയിൽ തുടർച്ചയായ 10ാം ദിവസവും സൈനിക നടപടികൾ തുടരുന്നത് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ്. അൽ ജസീരയും NPRും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ചൊവ്വാഴ്ച പുലർച്ചെയാണ് തന്ത്രപ്രധാനമായ സൈനിക നീക്കത്തിന്റെ ഭാഗമായി ഈ ആക്രമണങ്ങൾ നടന്നത്. ആക്രമണം നടന്ന കൃത്യമായ സ്ഥലങ്ങളെക്കുറിച്ചോ നാശനഷ്ടങ്ങളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ മേഖലയിലെ ചില പ്രത്യേക ശേഷികൾ തകർക്കുകയാണ് ഈ നീക്കങ്ങളുടെ ലക്ഷ്യമെന്ന് സെൻകോം അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നടന്ന നയതന്ത്ര ചർച്ചകൾക്കും ഉയർന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾക്കും പിന്നാലെയാണ് ഈ സൈനിക നടപടികൾ. പ്രതികരണാത്മകമായ നടപടികളിൽ നിന്ന് മാറി കൂടുതൽ സ്ഥിരതയുള്ള ഒരു സൈനിക നിലപാടിലേക്കാണ് അമേരിക്ക മാറിയതെന്ന് NPR ഉദ്ധരിച്ച നിരീക്ഷകർ വിലയിരുത്തുന്നു. സാഹചര്യം വഷളാകുമോ എന്ന ആശങ്കയിൽ അന്താരാഷ്ട്ര നിരീക്ഷകർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. ആക്രമണത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ഇറാനിയൻ സർക്കാരോ അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്നും പ്രാദേശിക ലേഖകരിൽ നിന്നും ധഡ്രതിൽ നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. ഇന്നത്തെ പ്രധാന ആഗോള സംഭവങ്ങളെക്കുറിച്ചുള്ള ഈ വസ്തുതാപരമായ റിപ്പോർട്ടിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ധഡ്രത് സത്യം ആദ്യം, വാർത്ത പിന്നീട്.